പാകിസ്ഥാൻ ചൈനയെ ചതിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സാധാരണ ചൈനയാണ് എല്ലാ രാജ്യങ്ങളെയും ചതിക്കാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ചൈനയ്ക്ക് ഒരു ചതി കിട്ടുന്നത് നല്ലതാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഇപ്പോൾ പാകിസ്ഥാനാണ് ചൈനയെ ചതിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ എങ്ങനെയാണ് ചൈനയെ ചതിച്ചത്? പാകിസ്ഥാൻ കൂടുതലുമായി അമേരിക്കയുമായി അടുക്കുകയാണ്. അവർ തമ്മിൽ ഒപ്പിട്ട ഒരു കരാറാണ് ചൈനയെ ഇപ്പോൾ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതായത് US പാകിസ്ഥാൻ സ്ട്രൈക്ക് 500 മില്യൺ മിനറൽ ഡീൽ, പാക് ബിട്രേസ് ചൈന എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. 500 മില്യൻ്റെ ഒരു മിനറൽ ഡീൽ, അതായത് ധാതുക്കളുടെ ഒരു ഡീലാണ് ഇപ്പോൾ പാകിസ്ഥാനുമായി അമേരിക്ക ഒപ്പിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ബലൂചിസ്ഥാനിലടക്കം അമേരിക്ക നിരന്തരം കൈവയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബലൂചിസ്ഥാൻ ചൂഷണം ചെയ്യാൻ ധാരാളമുണ്ട്. ബലൂചിസ്ഥാനിൽ ഈ ധാതു സമ്പത്തിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട് എന്നുള്ളതാണ് അമേരിക്കയെ അങ്ങോട്ടേക്ക് പ്രധാനമായും ആകർഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചൈന റെയർ എർത്ത് മെറ്റൽസ്, അതായത് ഡിഫൻസിലടക്കം അമേരിക്കയ്ക്ക് വളരെയധികം ആവശ്യമുള്ള റെയർ എർത്ത് മെറ്റൽസ് കൊടുക്കില്ല എന്ന് പറഞ്ഞതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി ഇപ്പോൾ മിനറൽ ഡീല് വച്ചതിലൂടെ ചൈനയെ പാകിസ്ഥാൻ ബിട്രേ ചെയ്തിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. US ഫേം ടു സെറ്റപ്പ് എ പോളി മെറ്റാലിക് റിഫൈനറി ഫോർ എക്സ്പോർട്സ് ഓഫ് റെയർ എർത്ത്, കോപ്പർ, ഗോൾഡ്, ടങ്സ്റ്റൻ ആൻഡ് ആൻറ്റിമണി. അതായത് പാകിസ്ഥാനിൽ ഒരു പോളി മെറ്റാലിക് റിഫൈനറി US സ്ഥാപിക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് റെയർ എർത്ത്, അതായത് അപൂർവ ധാതു സമ്പത്തുകളുടെ എക്സ്പോർട്ടിനും കോപ്പർ, ചെമ്പ്, ഗോൾഡ്, ടങ്സ്റ്റൺ, ആൻറ്റിമണി എന്നിങ്ങനെയുള്ള മിനറൽസിൻ്റെയും വലിയ തോതിലുള്ള ഖനനത്തിനും വലിയ തോതിലുള്ള കൈമാറ്റത്തിനും വേണ്ടിയിട്ടാണ് എന്നും അറിയാനായി സാധിക്കുന്നു. സീൻ ആസ് പാർട്ട് ഓഫ് വാഷിംഗ്ടൺസ് ബിഡ് ടു കൗണ്ടേഴ്സ് ചൈന ഡോമിനൻസ് ഇൻ ക്രിട്ടിക്കൽ മിനറൽസ്. അതായത് ചൈനയുടെ ഈ റെയർ എർത്ത് മെറ്റൽസിലെ വലിയ രീതിയിലുള്ള അപ്രമാദിത്വം അവസാനിപ്പിക്കാനാണ് പാകിസ്ഥാനുമായി ഈ $500 മില്യൺ ഡീല് ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ബലൂചിസ്ഥാനിൽ കടക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ബലൂചിസ്ഥാനിലെ BLA ആർമി ഇതിനെ നേരിടുക എന്ന് പറയാനായി സാധിക്കില്ല. പോരാതെ തന്നെ എത്രത്തോളം ധാതു സമ്പത്ത് അവിടെ ഉണ്ട് എന്നുള്ളതിലും യാതൊരുവിധ വ്യക്തതയും ഇതുവരെയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.